സ്പൈ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വടശ്ശേരിക്കര വഴി ചിറ്റാറിന് പോകാൻ വേണ്ടി വീടിൻ്റെ അവിടെ വരെ പോകാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ്. അപ്പം വന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ ഈ മരം ഒടിഞ്ഞ് കിടക്കുന്നതെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് ആളുകളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം റോഡിൻ്റെ അവസ്ഥ ടിപ്പർ പോയി ഏകദേശം തേഞ്ഞ അവസ്ഥയാണ്. ടിപ്പർ ഓവർലോഡാണ് കൂടുതലും പോകുന്നത്. കൂടുതലും വണ്ടി മൊത്തം മിക്കവാറും ഒക്കെയുള്ള വണ്ടികളെല്ലാം വരയ്ക്കിപ്പുറത്ത് കയറി വരാറുണ്ട്. ഇതിപ്പോൾ ഏകദേശം മണിയാറ് ക്യാമ്പിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന വഴികളാണ്. കണ്ടോ, റോഡുകളൊക്കെ പൊളിഞ്ഞു തുടങ്ങി. നമ്മുടെ യാത്ര ദുസ്സഹം ആകും എന്നുള്ളത് കൺഫേമായിട്ടുള്ള കാര്യമാണ്. ഓവർ വെയ്റ്റ് പോകുന്ന വണ്ടികൾ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം ഒന്ന് ചെക്ക് ചെയ്ത് വിടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നിർമ്മിതികളൊക്കെ നടക്കണം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാ നിർമ്മിതികളും അത്യാവശ്യമായ കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ ഓവർ വെയ്റ്റ് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഇപ്പം നോക്കണം, റോഡിൻ്റെ വ്യത്യാസം. ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്ന റോഡ് വളരെ മോശമായിട്ടും നമ്മുടെ ക്യാമ്പിൻ്റെ മേൽഭാഗത്തോട്ടുള്ള റോഡുകളെല്ലാം ഒരുമാതിരി നല്ല രീതിയിലും ചെയ്ത പോലെ നമുക്ക് തോന്നും. ഇവിടെ ആണെങ്കിൽ കുഴിഞ്ഞ് ചാന്ന് നശീകരണമായി കിടക്കും. ഇതിപ്പം ചില ബമ്പുകളിലൊക്കെ ചാട്ടി നമ്മൾ തെറിച്ച് പോകുന്ന അവസ്ഥ ആ ഭാഗത്ത്. ഇതാണ് നമ്മുടെ മണിയാർ ക്യാമ്പ്. പോലീസ് ട്രെയിനിങ്ങിന് കൊണ്ടുവരുന്ന ആളുകളെ ഇവിടെ വെച്ചാണ് ഒരു പുതിയ പോലീസുകാരനാക്കി മാറ്റുന്നത്. വിദ്യാർത്ഥിയെ ഒരു നല്ല പ്രൊഫഷണലാക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞോളൂ. ഇതാണ് മണിയാർ, നമ്മുടെ കത്തോലിക്ക പള്ളി കുരിശുമൂട്. ഇത് നമ്മുടെ ദേവീക്ഷേത്രമാണ്, മണിയാറ്റ ദേവീക്ഷേത്രം. മിക്കവാറും ഇതുവഴി പോകുന്ന രണ്ട് കൂട്ടരും ഇവിടെ പൈസ ഇട്ടാണ്. ഒന്ന് മാതാവിൻ്റെ അവിടെയും മറ്റേത് ദേവിയുടെ അവിടെയും പൈസ ഇട്ടാണ് ആളുകൾ കൂടുതലും യാത്ര ചെയ്യുന്നത്. ഈ ഭാഗത്തോട് നമ്മൾ യാത്ര ചെയ്യുമ്പം നമുക്ക് സ്പെഷ്യലായിട്ടൊരു മണം വരും. കൈതയുടെ താഴ്ഭാഗത്ത് കൈതച്ചക്ക ആയിട്ടുണ്ട്. ആനകൾ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അധികം കൈതച്ചക്കയുടെ മണം വരുന്നതിന് മുമ്പേ കൈതച്ചക്ക പറിച്ച് കൊടുത്തു വിട്ടാൽ വളരെ ഉപകാരമായിരുന്നു. യാത്ര നല്ല സുഖകരമാണ്. പക്ഷേ എങ്കിലും ഇപ്പം മഴയില്ല, പക്ഷെ നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഇത്രയും 10, 11, 12 ദിവസം മഴ പെയ്താണെന്നുള്ളൊരു പ്രതീതി പോലും ഇല്ല റോഡിലെങ്ങും. മരങ്ങൾക്കൊരാശ്വാസം. പിന്നെ റോഡിലോട്ട് നിൽക്കുന്ന മരങ്ങൾ കഴിവതും മുറിച്ച് മാറ്റിയാൽ അടുത്ത വലിയ മഴ വരുമ്പോൾ ആളുകളെ സംരക്ഷിക്കാം എന്നൊരു ഇതുണ്ട്. അതൊന്ന് എല്ലാവരും അധികൃതരൊന്ന് കൃത്യമായിട്ടൊന്ന് കണ്ണ് കാണിക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. മണിയാർ ഡാമിൻ്റെ തീരപ്രദേശത്തു കൂടിയാണ് ഈ റോഡുകൾ പോകുന്നത് എന്നുള്ള കാര്യം കൂടി അറിയിച്ചു കൊള്ളുന്നു. ഇത് ഒരു മുറി വനം, അതിന് ശേഷം വേറൊരു മുറി. ഇതെല്ലാം കൂടെ മിക്കവാറും എല്ലാ വനങ്ങളും ജോയിൻ്റാണ്. പല ഭാഗങ്ങളിലും റോഡറമ്പ് നോക്കി ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ വനത്തിൻ്റെ ഭാഗമാണ് ഈ തേക്കും കൂപ്പായിട്ട് നിൽക്കുന്നത്. നേരത്തെ ഇവിടെ ഭയങ്കര ഇരുട്ട് മൂടിയ പോലെയായിരുന്നു. ഇപ്പുറത്ത് താഴെ കാണുന്ന റബ്ബറും തോട്ടം വെട്ടി പുതിയ റീപ്ലാന്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അകത്ത് കൈതയാണ്. നേരത്തെ പണ്ടൊക്കെ തേയില, റബ്ബർ എന്നൊക്കെ ആയിരുന്നു പറയുന്നത്. ഇപ്പം ചിറ്റാർ, സീതത്തോട്, പത്തനംതിട്ട ഭാഗത്തൊക്കെ കൂടുതലും ഇപ്പം റബ്ബർ അത്രയും വളർത്താതെ കൈതച്ചക്ക കൃഷിയാണ് കൂടുതലായിട്ട് നടന്നു പോകുന്നത്. ഈ ഭാഗങ്ങളൊക്കെ വളരെ നല്ലതായിട്ട് കിടപ്പുണ്ട്. എന്തോ ടാറിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി ആണെന്ന് അറിയത്തില്ല. ആസ്ഫാൾട്ടാണ്. ഇതിൻ്റെയൊക്കെ GMBയോ GMO ഒക്കെ എടുത്ത് നോക്കി കോറ് കട്ട് ചെയ്തൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഇതൊക്കെ എങ്ങനെയാണ്, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഫ്ലോയോ GMO പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്തുമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടല്ലോ. സ്ട്രിപ്പിംഗ്, കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ
അറിയാൻ പറ്റും ഇതൊക്കെ ഏത് രീതിയിലാണ് ടാർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ടാറിങ് വളരെ മനോഹരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മണിയാറിന് അപ്പുറത്തോട്ടുള്ള ടാറിങ് എന്തൊക്കെയോ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു തോന്നലുകളുണ്ട്. റോഡുകൾ പെട്ടെന്ന് ഇളകി പോകുന്നുണ്ട്. ഇവിടുത്തെ ആണെങ്കിൽ വളരെ മനോഹരമായിട്ട് കിടപ്പുമുണ്ട്. അത്രയും ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. ഇത് നമ്മുടെ മണിയാർ ഡാമിൻ്റെ തീരത്ത് ഭാഗത്തോടുള്ള ഒരു തേക്കും കൂപ്പാണ്. കൂപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു വനത്തിൻ്റെ ഭാഗങ്ങളാണ് മാത്രം. താഴെ കാണുന്ന മണിയാർ ഡാമിൻ്റെ റിസർവോയർ എന്നൊക്കെ പറയാം. ഇപ്പം വെള്ളമില്ല, പൂർണ്ണമായിട്ടും വറ്റിച്ച് ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം മണൽ വാരി കൊടുത്താൽ അതിൻ്റെ താഴ്ചയൊക്കെ കൂടും. പിന്നെ ഇവിടം വരെയാണ് വടശ്ശേരിക്കര പഞ്ചായത്ത്. ഇത് ഈ പാലത്തിനപ്പുറത്തോട്ട് ചിറ്റാറ് പഞ്ചായത്താണ്. നന്ദി വീണ്ടും വരിക എന്നുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് മേപ്പോട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ ഈ വളവ് തിരിഞ്ഞ് മേപ്പോട്ട് നിന്ന് കൊടുമുടി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഉണ്ടോ കൊച്ചവൻ കയ്യെ കാണിച്ച് പൊക്കോ എന്ന് പറഞ്ഞു. ഇത് കൊടുമുടിക്ക് പോകുന്ന വഴികളെ താഴെ പടനിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണിത്. പടനിപ്പാറ ശകലം കൂടെ കഴിഞ്ഞ് വരുമ്പോഴാണ് മുതലവാരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മുതലവാരത്താണ് നമ്മുടെ ഡാം ഉള്ളത്. അയ്യപ്പ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ പടനിപ്പാറ ഭാഗത്താണ്. അയ്യോ, വണ്ടി കയറി വന്നവരോ കണ്ടോ. ആളുകളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഇതിന് നേരെ താഴ്ഭാഗത്താണ് നമ്മൾ പറഞ്ഞ പടനിപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത്. വളരെ ആളുകളൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുന്ന ചിറ്റാറ് വടശ്ശേരിക്കര റൂട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഇതാണ്. ഡാമിൻ്റെ വെള്ളം ഒഴുകിവരുവാണ്. ആ കാണുന്നതാണ് ഡാം, പടനിപ്പാറ ഡാം. ഇത് നമ്മുടെ പുഷ്പ ചേച്ചിയുടെ കടയാണ്. ആ ദൂരെ കാണുന്ന മൊത്തം വനമാണ്. ഇപ്പം നമ്മുടെ മുതലവാരം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഏകദേശം 1.25 മണിക്കൂറോളം നമ്മളെടുക്കും വടശ്ശേരിക്കരയിൽ നിന്ന് ചിറ്റാറ് വരെ വരാൻ. അതൊരു 10 മിനിറ്റ് കൊണ്ട് പോകാനുള്ള ദൂരമേ ഉള്ളൂ നേരെയാണെങ്കിൽ. ഈ വളവ് തിരിഞ്ഞ് നമ്മുടെ ആപ്പീസ് പൊട്ടും. പക്ഷേ ഏറ്റവും നല്ല റോഡ്, അതായത് ഗവിക്ക് പോകാൻ ഏറ്റവും എളുപ്പത്തിലുള്ള റോഡ് ഇതാണ്. കാരണം നമ്മൾ പെരുന്നാട് വന്ന് വനത്തിലൂടെ കയറി ആങ്ങമൊഴിയിൽ വരുമ്പോൾ വളരെ ദൂരമാണ്. ഇതിലെ ആങ്ങമൊഴിക്ക് പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്ററായത്. കാരണം കുറച്ചുകൂടെ വനങ്ങളും കുറച്ചുകൂടെ വീടുകളും ഒക്കെ സഞ്ചരിക്കും. മറ്റേത് മൊത്തം വനമായണമെന്നുള്ള ഒരു കാര്യങ്ങൾ ഓർക്കണം. ഇത് കാരികത്തെ തോട്ടമാണ്, കാരികയും തോട്ടം. അതിന് സ്പെഷ്യലായിട്ട് തോട്ടത്തിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് ഞാനത് പഠിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളെല്ലാം പറയും കാരികയും തോട്ടം എന്നൊക്കെ പറയും. ഇതിൻ്റെ മേൽഭാഗത്ത് കാണുന്നത് വനമാണ്. വിസ്തീർണം കൂടിയ വനമായതുകൊണ്ട് ആളുകൾ അധികം അകത്തോട്ടൊന്നും കയറാറില്ല. ഈ ഭാഗത്തെ പാറവടയും പിന്നെ ഇതിലേ പോകുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഭാഗത്ത് ക്യാമറ വെക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നതാണ്. ഇനി ആരെങ്കിലും ഈ ഭാഗത്ത് കൊണ്ട് പാമ്പറോ മറ്റെന്തെങ്കിലും വേസ്റ്റുകൾ ഉപേക്ഷിക്കാൻ ശ്രമിച്ചാൽ കണ്ണിൽ പെട്ടുകയോ കയ്യിൽ കിട്ടുകയോ ചെയ്താൽ നല്ല ചാമ്പും ചാമ്പിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ ഏൽപ്പിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊള്ളുന്നു. മീനിൻ്റെ വേസ്റ്റോ കോഴി വേസ്റ്റോ ഒക്കെ കൊണ്ടിടുന്ന പോലെയല്ല പാമ്പർ മറ്റു കാര്യങ്ങൾ. അതും പ്രശ്നമാണ്. എങ്കിലും മറ്റേതൊക്കെ പ്രകൃതിയോട് ചേർന്നെങ്കിലും പോകും. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ വല്ല മൃഗങ്ങൾ പോട്ടെ, മനുഷ്യന് ഉദരവായിട്ട് മാറുമല്ലേ. നാറി പുഴുത്ത് ഒന്നും പറയണ്ട.
ആളുകളൊന്ന് കുറച്ചുകൂടെ കെയർ ചെയ്താൽ വളരെ ഉപകാരം. കയ്യിൽ കിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് 8ൻ്റെ പണി ഞങ്ങൾ തരും. അത് ഒന്നുകിൽ പഞ്ചായത്തിൽ കൊടുക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരെ ഡയറക്റ്റ് ഏൽപ്പിക്കും. 25,000 50,000 അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് വേസ്റ്റുകൾ അവനവൻ്റെ വീട്ടിലോ വരുന്ന ഹരിതസേനയിലോ ഏൽപ്പിക്കാൻ ശ്രമിക്കുക. വഴിയിൽ എറിയാതിരിക്കുക. ഇത് പ്ലാസ്റ്റിക് കവർ ഒരു കവർ കിടക്കുന്ന പോലല്ല, മൊത്തം വേസ്റ്റ് കെട്ടി കവറായിട്ട് അവിടെ കൊണ്ടിടുന്നത് വളരെ മോശമായ കാര്യമാണ്. ഒരു കവറൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ആർക്കെങ്കിലും പിറക്കിയെങ്കിലും മാറ്റാം. ഇത് മൊത്തത്തിൽ കവറും ചാക്കും സഞ്ചിയും അഴുക്കും എല്ലാം കൂടെ കൊണ്ടിടും. ഇത് JKC എന്ന് പറഞ്ഞ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ലബ്ബാണ്. ഇത് കാര്യന്തോട്ടത്തിൻ്റെ പുകപ്പരയായിരുന്നു. ഷീറ്റ് സൂക്ഷിച്ച് വെക്കുകയും എല്ലാമുള്ള സ്ഥലമാണ്. ഈ കാണുന്ന അവാഗമ എന്ന നമ്മുടെ റിസോർട്ടിൻ്റെ ഏകദേശം അവരുടെ ബന്ധുക്കളുടെ വീടുകളും ഒക്കെ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ കാരികേത്തെ വനമാണ്. ഒരു ഏകദേശം 500 ഏക്കറോളം 530 ഏക്കറോളം വലിപ്പമുള്ള ഒരു വനമാണ്. ഇത് കുട്ടി വനമാണ്. ഇതുമായിട്ട് മറ്റൊരു വനത്തിനും ജോയിൻ്റ് ഇല്ല. ഇതിൻ്റെ അവസാനം പാമ്പിനിയോട് ചേരുന്ന ഭാഗമാണ്, ഒന്ന് ഡാമിനോട് ചേരുന്ന ഭാഗം. ഇത് വലിയ വനമായിട്ടുള്ള ഒന്നുമല്ല. വലിയ മൃഗങ്ങളും ഒന്നുമില്ല. പന്നിയുടെ ശല്യം കൂടുതലാണ്.